എല്ലാവരും സമയം കണ്ടോ? ഇത് ഉച്ചയ്ക്ക് 2:30 അല്ല കേട്ടോ, ഇത് വെളുപ്പിന് 2:30 അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി മൈസൂർ വരെ ഒരു ട്രിപ്പ് പോകണം. അപ്പോൾ ഞാൻ ഇതാ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് തലേന്ന് ഉണ്ടാക്കി ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അതാ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എന്നപ്പോൾ ഇതവിടെ എല്ലാവരും പോകാൻ വേണ്ടി സെറ്റായിരിക്കുക കേട്ടോ. അത് അമ്മേൻ്റെ ചേച്ചിയും മാമനും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഷോ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തു. ഇതാ മക്കൾസിനൊക്കെ പിടിച്ച് ഇതിനകത്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അമ്മേൻ്റെ വീടിൻ്റെ അടുത്തുള്ള വായനശാലയിൽ നിന്നാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ നടന്ന് വായനശാല എത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങൾ KSRTCയിലാണ് ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ് KSRTCയിൽ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ് കയറി സീറ്റൊക്കെ പിടിച്ചു. ട്രിപ്പ് സ്റ്റാർട്ടായി കേട്ടോ. ട്രിപ്പ് സ്റ്റാർട്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടക്ടർ വന്ന് പുള്ളീനെ പരിചയപ്പെടുത്തി. പുള്ളി അടിപൊളി കണ്ടക്ടറായിരുന്നു, എല്ലാ വൈബിനും പുള്ളി ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കാർക്കും കൺട്രോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതെല്ലാവരും ഡാൻസ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവരും ഒരേ വൈബ്. ഇതാ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണേ. ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞങ്ങളിവിടെ ഡാൻസ് കളിയില്ല കേട്ടോ. എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അമ്മമാരും ഉമ്മമാരൊക്കെ ഒരേ വൈബാണ്. ഉറങ്ങിപ്പോയവരൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു സ്ഥലത്തിൽ നിർത്തി നിസ്കരിക്കേണ്ടവർക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാടിൻ്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആരെങ്കിലുമൊക്കെ കണ്ടാലോ, കുറേ ആൾക്കാരെ ഞങ്ങൾ കണ്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതാ സ്നാക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. ഗുണ്ടൽപേട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിൽ കാണാത്തൊരു സംഭവം കാണാം. റോഡിൻ്റെ 2 സൈഡും ഫുള്ള് കൃഷിയാണ്. ക്യാബേജായിട്ടും സൂര്യകാന്തി ആയിട്ടും എല്ലാം ഉണ്ട് കേട്ടോ. കുറേ കൃഷിയുണ്ട്. അപ്പോൾ അതാ എല്ലാവരും അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ബാംഗ്ലൂർ പഠിക്കുന്നതുകൊണ്ട് ഈ വഴി ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണല്ലോ. ഞാനൊന്ന് ട്രെൻഡ് പിടിക്കാൻ നോക്കിയാണേ. അപ്പോൾ നമ്മളെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബായ്.